നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി കർണാടകത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലുള്ള പ്രവേശനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നീറ്റ് 2025 അപ്പുറത്ത് കർണാടകത്തിൽ എലിജിബിലിറ്റിയുള്ള കുട്ടികളുടെ, സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റിയുള്ള കുട്ടികളുടെ എൻജിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെയും BSc നേഴ്സിംഗ്, അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള എല്ലാ പ്രോഗ്രാമുകളുടെയും ആപ്ലിക്കേഷനാണ് കർണാടക CET 2025 ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ MBBSനും BDSനും ഒഴികെയുള്ള കോഴ്സുകൾക്ക് ഏപ്രിൽ 16, 17 തീയതികളിൽ പരീക്ഷയുമുണ്ട്. ഗഡിനാട് ലാംഗ്വേജ് ടെസ്റ്റ് ഏപ്രിൽ 18 എന്താണ് CET 2025? കേരളത്തിൽ എലിജിബിലിറ്റിയുള്ള കുട്ടികൾ കേരള എൻട്രൻസിന് അല്ലെങ്കിൽ കീമിന് അപേക്ഷിക്കുന്നത് പോലെ തന്നെ കർണാടകത്തിൽ എലിജിബിലിറ്റിയുള്ള കുട്ടികൾ കർണാടകത്തിലെ MBBS, BDS എല്ലാ കോഴ്സുകൾക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള ആപ്ലിക്കേഷൻ പോർട്ടലാണ് cet.online.karnataka.gov.in എന്ന വെബ്സൈറ്റ്. എന്താണ് സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി? സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് കർണാടകത്തിലെ അക്കാഡമിക് ഇയറിൽ 1 to 12th അക്കാഡമിക് ഇയറിൽ 7 വർഷമെങ്കിലും കണ്ടിന്യൂസ് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ കർണാടക സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി കിട്ടും. വേറെയും ധാരാളം ക്ലോസുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകത്തിൽ 7 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അക്കാഡമിക് സെഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കേരളത്തിൽ കീമിന് എന്താണ് എലിജിബിലിറ്റി? ഐദർ പേരൻ്റ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള, അതാണ് പ്രധാനം അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് CET 2025 ഏറ്റവും പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കാഡമിക്കിനകത്ത് 7 years കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ആപ്ലിക്കേഷനാണ്. ഇതിൽ മലയാളികൾക്ക് എന്താണ് കാര്യം? എന്താണ് നമുക്ക് KEAൽ ആപ്ലിക്കേഷനുള്ള ഒരു പ്രയോറിറ്റി എന്താണ്? ഒന്നാമതായിട്ട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ 10 സീറ്റുകളുണ്ട്. 8.3 lakhs per year ആണ് ഫീസ്. എല്ലാ വ്യക്തികൾക്കും വേണമെങ്കിൽ സെൻറ്റ് ജോൺസിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം, റോമൻ കാത്തലിക്സ് വിഭാഗം അല്ലെങ്കിൽ സിറിയൻ കാത്തലിക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗത്തിന് RC 8 കാറ്റഗറിയിൽ 60 സീറ്റുകളാണ് ഈ 8.3 lakhs കർണാടകത്തിലുള്ളത്. ആ സീറ്റുകൾക്ക് അപേക്ഷിക്കണമെങ്കിലും അത് ഇന്ത്യൻ ഡൊമിസിലായിരിക്കണം. അതായത് ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് 7 years ഇന്ത്യൻ ഡൊമിസിലായവർക്ക് മാത്രമേ സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ MBBSന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ CETക്ക് അപ്ലൈ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പരീക്ഷ പ്രത്യേകിച്ചുണ്ടോ? ഇല്ല, നീറ്റ് എക്സാം മാത്രം എഴുതിയാൽ മതി. പക്ഷേ ആ നീറ്റിൻ്റെ സ്കോറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് സെൻറ്റ് ജോൺസിൽ പ്രവേശനം കിട്ടുന്നത് ഈ കർണാടകയുടെ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ സെൻറ്റ് ജോൺസ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കോ ഏതാണ്ട് 25ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കർണാടകത്തിലുണ്ട്. ഡീംഡ് കോളേജുകളുണ്ട്. അവിടെ നമുക്ക് ഈ CETക്ക് നമ്മൾ കേരളീയർക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഓൾ ഇന്ത്യ വെബ്സൈറ്റ് വഴി തന്നെ കിട്ടും. 25ഓളം ഗവൺമെൻറ് കോളേജുകൾ കർണാടകത്തിലുണ്ട്. അതിൽ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റിന് നമുക്ക് അർഹതയുണ്ട്, ഗവൺമെൻറ് സീറ്റിന്. അതിനും CETക്ക് അപ്ലൈ ചെയ്യേണ്ട. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം MCCയുടെ സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കർണാടകത്തിലെ ഗവൺമെൻറ് MBBSനോ അല്ലെ ഗവൺമെൻറ് BDSനോ വേണമെങ്കിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട. കർണാടകത്തിലെ ESI കോളേജുകളിലൊന്നും പ്രവേശനം വേണമെങ്കിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട. പക്ഷേ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റുകളിൽ 12 lakhs per year 12 ലക്ഷം ആനുവൽ ഫീസ് കൊടുത്തുള്ള സീറ്റിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യണം. അപ്ലൈ മാത്രം ചെയ്താൽ മതി, പരീക്ഷയൊന്നും എഴുതേണ്ടതായിട്ടില്ല. പിന്നെ ഉള്ളത് BSc നേഴ്സിംഗ്. നമുക്കറിയാം ഏറ്റവും അധികം മലയാളികൾ പഠിക്കുന്നത് മൈസൂർ, മംഗലാപുരം, ബാംഗ്ലൂർ ഒക്കെ മേഖലയിലുള്ള മാനേജ്മെൻറ്റ് BSc നേഴ്സിംഗ് സീറ്റുകൾക്കാണ്. ഗവൺമെൻറ് സീറ്റുകളുമുണ്ട്. അങ്ങനെയുള്ള BSc നേഴ്സിംഗ് സീറ്റുകൾക്ക് ആഗ്രഹമുള്ള മലയാളികൾക്കും ഒരു എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ ഈ CET അറ്റൻഡ് ചെയ്യണം, പരീക്ഷ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കർണാടകത്തിലെ BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിയും എലിജിബിൾ ആകുവാൻ വേണ്ടി CETക്ക് അപ്ലൈ ചെയ്യുകയും ഈ പരീക്ഷ എഴുതുകയും ചെയ്യണം. ആ BSc നേഴ്സിങ്ങിനാണെങ്കിൽ പരീക്ഷ എഴുതണം. ഏപ്രിൽ 16, 17 തീയതികളിലാണ് പരീക്ഷ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഉണ്ട്.
മാത്തമാറ്റിക്സും കൂടെ എഴുതിയാലേ നമ്മുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. മാത്തമാറ്റിക്സിന് എഴുതിയില്ലെന്ന് വിചാരിച്ചും എലിജിബിൾ ആവും. അപ്പോൾ നമുക്ക് ആ എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 16-17 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയുടെ OMRലുള്ള ഓഫ്ലൈൻ പരീക്ഷ നമ്മൾ എഴുതണം. അതിനും CET അപ്ലൈ ചെയ്യണം. ഇനി കാസർഗോഡ്, ഹോസ്ദുർഗ്, മഞ്ചേശ്വരം 3 താലൂക്കിലുള്ള അവിടെ 7 വർഷമെങ്കിലും കണ്ടിന്യൂസ് റെസിഡൻ്റായ വിദ്യാർത്ഥികൾക്ക് ഗഡിനാട് ടെസ്റ്റ്, കർണാടക ലാംഗ്വേജ് ടെസ്റ്റ് ഏപ്രിൽ 18 എഴുതിയാൽ കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും 25% സീറ്റുകൾ കിട്ടും. മലയാളികൾക്ക് കർണാടകത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടൂല നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ. ഓൾ ഇന്ത്യ കോട്ട സീറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് അപ്ലൈ ചെയ്യണ്ട, MCC വഴിയാന്ന് പറഞ്ഞു. എന്നാൽ കാസർഗോഡ്, ഹോസ്ദുർഗ്, മഞ്ചേശ്വരം താലൂക്കിലുള്ള 7 വർഷമെങ്കിലും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് റെസിഡൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 18 കന്നഡ ടെസ്റ്റ് എഴുതിയാൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ കന്നഡ. അതെഴുതിയാൽ ഗഡിനാട് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ 25% സീറ്റുകൾക്ക്, ഗവൺമെൻറ് സീറ്റുകൾക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കും. ഈ കർണാടക എലിജിബിലിറ്റി, സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി കിട്ടിയ ഗുണം എന്താണെന്നറിയോ? ഒന്ന്, അവിടെ ഗവൺമെൻറ് കോളേജുകൾ കൂടുതലാണ്, 25 ഗവൺമെൻറ് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിൽ പോലും അവിടെ ഫീസ് കുറവാണ്, 1.25 lakhs per year ഉള്ളൂ കർണാടകത്തിൽ. അവിടെ എലിജിബിലിറ്റി ഉള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ. എന്നാൽ മലയാളികളായിട്ടുള്ള ബാക്കിയുള്ള നമ്മൾ അപ്ലൈ ചെയ്താൽ 12 ലക്ഷമാണ് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ സീറ്റ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കർണാടകയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യേണ്ടത് കർണാടക സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉള്ള കർണാടകത്തിലുള്ള എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യണം. അവരുടെ എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും അനുബന്ധ കോഴ്സുകൾ, BSc നഴ്സിംഗ് എല്ലാം CETയിൽ അപ്ലൈ ചെയ്യണം. അതിൽ MBBSും BDSും ഒഴികെയുള്ളതിനെല്ലാം ഏപ്രിൽ 16-17 തീയതികളിൽ പരീക്ഷ എഴുതണം. ഇനി മലയാളികളെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ വേണമെങ്കിലോ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 12 ലക്ഷത്തിൻ്റെ സീറ്റിന് MBBS വേണമെങ്കിലോ BDSൻ്റെ സീറ്റ് വേണമെങ്കിലോ നമ്മൾ അപ്ലൈ ചെയ്യണം. പരീക്ഷയൊന്നും എഴുതേണ്ടതില്ല. കർണാടകത്തിൽ BSc നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർ 16-17 പരീക്ഷ എഴുതണം. അത് എഴുതിയാൽ മാത്രമേ കർണാടകത്തിൽ BSc നഴ്സിംഗ് പ്രവേശനം കിട്ടുകയുള്ളൂ. കാസർഗോഡ്, ഹോസ്ദുർഗ്, മഞ്ചേശ്വരംകാർ കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് സീറ്റുകൾക്കും അർഹതയുണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ കർണാടകത്തിലെ ആപ്ലിക്കേഷന് നമുക്ക് എന്താ പ്രാധാന്യം എന്നുള്ളത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമ്മൾ Y കാറ്റഗറിയാണ്, ഓർത്തോണം. അവിടെ ധാരാളം എലിജിബിലിറ്റി ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. ABCD എന്ന് പറയുന്ന ധാരാളം എലിജിബിലിറ്റി ക്ലോസ് നമുക്ക് കാണാം. ക്ലോസ് A, അവിടെ എങ്ങനെയാണ് സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി കിട്ടുമെന്നുള്ളതാണ് A മുതലുള്ള ക്ലോസുകൾ പറയുന്നത്. ആ ഓരോ ക്ലോസിനും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ എലിജിബിലിറ്റി ഉള്ളവർക്കെല്ലാം അവിടുത്തെ സ്റ്റേറ്റ് കോട്ട ഗവൺമെൻറ് സീറ്റുകളും കിട്ടും. ABCD എല്ലാം കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ D ക്ലോസ് ആണ് നമ്മൾ പറഞ്ഞ കാസർഗോഡ്, ഹോസ്ദുർഗ്, മഞ്ചേശ്വരം താലൂക്കുകാർക്ക് ടെസ്റ്റ് എഴുതാവുന്നവർ. അവർ ഗഡിനാട് ടെസ്റ്റ് എഴുതണം. അവർ ഈ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. CET ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ Y ക്ലോസ് ആണ്. അതെന്താണെന്ന് നോക്കാം. ദ നോൺ കർണാടക കാൻഡിഡേറ്റ്സ് ഹൂ രജിസ്റ്റർ ഫോർ CET ആൻഡ് ഓപ്റ്റ് ഫോർ മെഡിക്കൽ, ഡെൻ്റൽ, ആയുഷ് ആൻഡ് BSc നഴ്സിംഗ് കോഴ്സസ് ഇൻ ദ ആപ്ലിക്കേഷൻ വിൽ ബി അസൈൻഡ് ക്ലോസ് Y. നമ്മൾ നോൺ കർണാടക എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ ക്ലോസ് Yയിലോട്ട് പോകും. നമുക്ക് ക്ലോസ് Yയിൽ മാത്രമേ വരികയുള്ളൂ. A മുതൽ O വരെയുള്ള ക്ലോസുകളെല്ലാം കർണാടകത്തിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉള്ളവരാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം. അവിടുത്തെ പരീക്ഷ ഏപ്രിൽ 16-17 പരീക്ഷ എഴുതേണ്ടത് ആരൊക്കെയാണ്? കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും എഞ്ചിനീയറിങ്ങിനും വേണ്ടിയിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ കേരളീയരായിട്ടുള്ളവർക്ക് BSc നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർ മാത്രം ഈ പരീക്ഷ എഴുതിയാൽ മതി. ഫിസിക്സ് 60 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 60 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് 60 ക്വസ്റ്റ്യൻ, ബയോളജി 60 ക്വസ്റ്റ്യൻ. മാത്തമാറ്റിക്സ് അറിയില്ലെങ്കിൽ എഴുതണ്ട. മാത്തമാറ്റിക്സിൻ്റെ അറിയാവുന്ന ക്വസ്റ്റ്യൻ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് കൂടുതൽ കിട്ടും. ഇതൊരൊറ്റ ടെസ്റ്റാണ്, നമുക്ക് മാറിയിരിക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്സും അതിനകത്തുണ്ടാവും. ഓഫ്ലൈൻ ടെസ്റ്റാണ്. OMR ഉപയോഗിച്ച് 2 ദിവസമായിട്ടാണ് ടെസ്റ്റ്. ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഗഡിനാട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്ദുർഗ്, കാസർഗോഡ്, മഞ്ചേശ്വരംകാർക്ക് 18-ാം തീയതി
4th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള 50 ചോദ്യങ്ങളാണ് കന്നഡയിൽ വരുന്നത്. ഇതിന് നിശ്ചിത യോഗ്യതാ മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് 25% ഗവൺമെൻറ് സീറ്റ് ഈ ജില്ലക്കാർക്ക് കിട്ടുകയുള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, 23-ാം തീയതി മുതൽ 18-ാം തീയതി രാത്രി വരെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള സമയം. ഈ പരീക്ഷയൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡുണ്ട്. MBBSനും BDSനും ആണെങ്കിൽ പരീക്ഷയില്ല, അതുകൊണ്ട് അഡ്മിറ്റ് കാർഡുകളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഓൺലൈൻ ഫെബ്രുവരി 18-ാം തീയതിക്കുള്ളിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യണം. സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളീയരായിട്ടുള്ളവർക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെയും ബാപ്റ്റിസത്തിൻ്റെയൊക്കെ ഫോർമാറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ട് നാളെ നമുക്ക് കാണാം. ഇപ്പോൾ കർണാടകത്തിലെ MBBS BDS പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഡീറ്റെയിൽ ആയിട്ട് താങ്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ തയ്യാറാവുക. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 18-ാം തീയതി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.